സ്പർശിച്ചാൽ അത് ലോകം മുഴുവനും കാണണം, വൈറലാകണം. ഇന്നത്തെ നമ്മുടെ തലമുറയുടെ പുതിയൊരു ട്രെൻഡാണ് എങ്ങനെയെങ്കിലും ഒന്ന് വൈറലാകണം. പഠനങ്ങളിൽ നിന്ന് പിന്നോട്ട് പോയി. നല്ല പഠനം വേണം. പഴയ കാലത്ത് അങ്ങനെയാണ് ചിന്തിച്ചിരുന്നത്. നന്നായി പഠിക്കണം, നല്ല പൊസിഷനുകളിൽ എത്തണം, IAS-കാരനാകണം, IPS-കാരനാകണം എന്നൊക്കെ ചിന്തിച്ചതിൽ നിന്ന് വ്യത്യസ്തമായി ഇന്ന് എങ്ങനെയെങ്കിലും ഒന്ന് വൈറലാകണം. ആ ചിന്ത ഈ സമൂഹത്തിലെ ചെറിയ കുഞ്ഞു മുതൽ ഖബറിലേക്ക് നാളെ പോകാനിരിക്കുന്ന വലിയ തള്ളമാര് വരെയുള്ള ആളുകൾക്കുണ്ട്. വല്യുമ്മമാര് വരെ ഇന്നിപ്പോ ഇന്റർനെറ്റിലാണ്. ചെറിയ കുഞ്ഞു മുതൽ വലിയ ആളുകൾ വരെ പ്രായ വ്യത്യാസമില്ല, എല്ലാവർക്കും വൈറലാകണം. നിങ്ങൾ നോക്കൂ, ഇന്റർനെറ്റ് എടുത്ത് നോക്കിയാൽ നല്ല മഫ്തയൊക്കെ ഇട്ട് നല്ല പർദ്ദയൊക്കെ ധരിച്ച 60-70 വയസ്സൊക്കെ കഴിഞ്ഞ് പോകാനുള്ള വിസയും പാസ്പോർട്ടും ഒക്കെ റെഡി ആയിരിക്കുന്ന വലിയ തള്ളയാണ് സിനിമാ പാട്ടിട്ട് റീൽസ് കളിക്കുന്നത്. പോകാൻ തയ്യാറായിരിക്കുന്ന വലിയ തള്ളമാർ ഉമ്മാമ്മമാരാണ്. ഞങ്ങളെ നാട്ടിലെ ഭാഷയിലെ വലിയ തള്ള എന്ന് പറഞ്ഞോ, ഉമ്മാമ്മമാരാണ്. അവിടെ അങ്ങനെയൊക്കെ തന്നെയല്ലേ പറയാ അല്ലേ? ഉമ്മാമ്മമാര് വല്യുമ്മമാരാണ് ഇന്ന് മെയിനായിട്ട്. അവരുടെ മക്കളെ മോട്ടറാക്കി വിട്ടുകൊടുക്കുക, ഇത് ചെയ്താൽ നന്നാവും. ഖുർആനും കൊണ്ടിരുന്ന് മുസ്ഹഫും കൊണ്ടിരുന്ന് വല്ല മൗലിദോ റാത്തീബോ. ഇന്നത്തെ മക്കൾ, പുതിയ തലമുറ വല്യുമ്മമാരിൽ നിന്ന് എന്താണ് കണ്ടുപഠിക്കുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇന്നത്തെ തലമുറ നമ്മുടെ തലമുറ വല്യുമ്മമാരിൽ നിന്ന് പഠിച്ചത് അവരുടെ മൗലിദുകളും മാലകളും അവര് ചൊല്ലിക്കൊണ്ടിരുന്ന പരിശുദ്ധമായ ഖുർആനിന്റെയും അദ്കാറുകളുടെയും വചനങ്ങളായിരുന്നുവെങ്കിൽ പുതിയൊരു തലമുറയ്ക്ക് അതുപോലും കിട്ടുന്നില്ല. മഗ്‌രിബ് നിസ്കാരം കഴിയുമ്പോൾ ഉമ്മമാക്ക് റീൽ എടുക്കാനുള്ള സമയമാണ്. ഇശാ കഴിയുമ്പോൾ അത് എഡിറ്റ് ചെയ്യാനുള്ള സമയമാണ്. സുബഹി കഴിയുമ്പോൾ അത് പോസ്റ്റ് ചെയ്യണം. പിന്നെ അതിൽ എന്ത് കിട്ടുമെന്ന് നോക്കണം. ആരൊക്കെ കമന്റ് ഇട്ടോ അവരുടെ എല്ലാം പിന്നാൽ. ചില ആളുകളുണ്ട് എല്ലാ ഹറാമിനും പോയി മാഷാ അല്ലാ എന്ന് കമന്റ് ഇടുന്ന ചില ആളുകൾ. വല്യമ്മ ഡാൻസ് കളിച്ചതിന്റെ താഴെ പോയി മാഷാ അല്ലാ എന്ന് കമന്റ് ഇട്ട് കൊടുക്കും. ഹറാമായ പാട്ട് പാടുന്നതിന്റെ കീഴിലും പോയി മാഷാ അല്ലാ എന്ന് കമന്റ് ഇടും. ഡാൻസിന്റെ കീഴിലും പോയി മാഷാ അല്ലാ എന്ന് കമന്റ് ഇടും. അങ്ങനെയുള്ള ചില ആളുകളുണ്ട്. നമ്മുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് അള്ളാഹുവിന്റെ ആദരണീയമായ വചനങ്ങളെ മിസ്യൂസ് ചെയ്യരുത്. അതിന്റെ അദബ് പാലിച്ചില്ല എങ്കിൽ അതിന്റെ ഭവിഷ്യത്ത് വേറെ വരാനുണ്ട്. ചില ഉമ്മമാര് പാട്ടൊക്കെ പാടുന്നത് സലാമൊക്കെ പറഞ്ഞതിന് ശേഷമാണ്. അപ്പൊ സലാമൊക്കെ പറഞ്ഞ് ബിസ്മിയൊക്കെ ചെല്ലുമ്പോൾ നമ്മളായിരിക്കും ഇവര് വയലെന്തോ പറയാൻ പോവാന്ന് വിചാരിക്കും. അല്ലെങ്കിൽ ജീവിതത്തിൽ ഏതോ ഒരു അനുഭവം പറയാൻ പോവാണ്. ഇത്ര കാലം ജീവിച്ചിരുന്നവരല്ലേ. ഉടനെ ഞാനൊരു പാട്ട് പാടാൻ പോവാന്ന് പറഞ്ഞിട്ടാണ് ഇപ്പൊ ട്രെൻഡായിക്കൊണ്ടിരിക്കുന്ന സിനിമാ ഗാനങ്ങൾ ഈ തലമുതിർന്ന വല്യുമ്മമാര് പാടുന്നത്. അതൊക്കെ കാണുന്ന മക്കൾ, ഈ ഉമ്മമാരുടെ മക്കൾ ഉണ്ടാവുമല്ലോ, അവരോടാണ് എനിക്ക് ചോദിക്കാനുള്ളത്. നിങ്ങളുടെ ഉമ്മമാര് സമൂഹത്തിന്റെ മുന്നിൽ അവഹേളിക്കപ്പെടുമ്പോ നിങ്ങൾ എവിടെയാണ്? നിങ്ങൾ എന്തു നോക്കിയിരിക്കുന്നു? ആളുകളുടെ ഇടയിൽ അവരുടെ വ്യക്തിത്വം ബലി കഴിക്കപ്പെടുന്ന നേരത്ത് ചെയ്യരുത് ഉമ്മ എന്ന് പറയാൻ തന്റെ ഇടമുള്ള ആൺകുട്ടികൾ ഇല്ലാതെ പോകുന്നതാണ്. അത് ചോക്കൂ, സ്വന്തം മക്കൾ ഉമ്മയോട് ഇത് ചെയ്യരുത്, നിങ്ങളുടെ വ്യക്തിത്വമാണ് സമൂഹത്തിന്റെ മുമ്പിൽ വലിച്ചു കീറുന്നത് എന്ന് പറയാൻ, ഉമ്മയോടാണെങ്കിലും പറയാനുള്ളത് പറഞ്ഞു കൊടുക്കാൻ, വാപ്പയോടാണെങ്കിലും ശരികേടാണെന്ന് പറഞ്ഞു കൊടുക്കാൻ ആർജവമുള്ള മക്കൾ ഉണ്ടാവണം. ഇത് സ്വന്തം ഉമ്മാന്റെ റീല് ആരൊക്കെയോ ചേർന്ന് വലിച്ചു കീറുന്നതും പരിഹസിക്കുന്നതും കണ്ട് കുനിഞ്ഞിരിക്കാൻ മാത്രം വിധേയപ്പെട്ട ഒരു വിഭാഗം ആളുകളായി മക്കളെ മാറിപ്പോകരുത് എന്ന് എനിക്ക് ഈ പുതിയ തലമുറയോട് പറയാനുണ്ട്. ആ കൂട്ടത്തിൽ പറയാനുള്ളത്, കൂടെ യാത്ര ചെയ്ത ആ മനുഷ്യൻ തന്റെ ശരീരത്ത് മുട്ടിയാൽ അതെടുത്ത് റീലാക്കണം, അത് സമൂഹം കാണണം, എന്നെ അപ്രിഷ്യേറ്റ് ചെയ്യണം. എന്ത് സംഭവിച്ചു? ഒരു മനുഷ്യന്റെ ചലനങ്ങളൊക്കെ ഒപ്പിയെടുത്ത് ഇന്റർനെറ്റിൽ ഇല്ലാത്ത കാര്യങ്ങളും ചേർത്ത് പ്രചരിപ്പിച്ചപ്പോ ആ മനുഷ്യൻ ആത്മഹത്യ ചെയ്ത് ജീവനൊടുക്കുന്നതിലേക്ക് പോയി. ആത്മഹത്യ ചെയ്ത് ജീവനൊടുക്കി. ബസ്സിൽ കൂടെ യാത്ര ചെയ്ത യാത്രക്കാരൻ, അയാളുടെ വീട്ടിലും അമ്മയുണ്ട്, അയാളുടെ വീട്ടിലും സഹോദരിമാരുണ്ട്. നമ്മുടെ സമൂഹം എങ്ങനെയെങ്കിലും വൈറലാകണമെന്ന് ആഗ്രഹിച്ചു നടക്കുന്ന, ഇതൊരു മാനസിക രോഗം പോലെ പടർന്നു പിടിച്ച കാലത്താണ് നമ്മളുള്ളത്. ഇത്രയേറെ പ്രശ്നങ്ങളുടെ നടുത്തളത്തിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഏതെങ്കിലും ഒരു ഉസ്താദ് അതിനെതിരെ പ്രസംഗിച്ചാലോ അയാൾക്ക് കാലം തിരിഞ്ഞിട്ടില്ല, നാട് തിരിഞ്ഞിട്ടില്ല എന്നൊക്കെ പറയും. ഞാൻ അതിലേക്ക് വരുന്നു. ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഉപദേശിക്കുന്ന നേരം അയാൾ നന്നാകണമെന്ന ലക്ഷ്യത്തോടെ ഉപദേശിച്ചോ, അയാളെ പ്രൈവറ്റായി വിളിച്ചു നിർത്തിയിട്ട് ഉപദേശിച്ചോ, അപ്പോഴാണ് അയാളിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നത്. അല്ലാഹുവിന്റെ ഹബീബ് സയ്യിദുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബഹുമാനപ്പെട്ട ഹബീബ് ഇബ്നു സയ്യിദ് തങ്ങളെ നിയോഗിക്കുകയാണ് അല്ലാഹുവിന്റെ ദീന് പറഞ്ഞു കൊടുക്കാൻ, ശരിയായ മതം പറഞ്ഞു കൊടുക്കാൻ. മുസൈലിമത്തുൽ കദ്ദാബിന്റെ സദസ്സിലേക്കാണ് ചെന്നു കയറിയത്. മുസൈലിമ ചോദിച്ചു, നിങ്ങൾ എവിടെ നിന്നാണ്?
അതേ, ഞാൻ വരുന്നത് അല്ലാഹുവിന്റെ റസൂലിന്റെ അരികിൽ നിന്നാണ്. നിങ്ങളുടെ ലക്ഷ്യം എന്താണ് ഹബീബ്? ബഹുമാനപ്പെട്ട ഹബീബ് ഇബ്നു സയ്യിദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങളുടെ ആശയം ഒന്ന് മാറ്റണമെന്ന് ആഗ്രഹിച്ചു വന്നതാണ് ഞാൻ. നിങ്ങളോട് സംസാരിക്കാൻ ഏർപ്പെടുത്തി അയച്ചതാണ്. അത് നിങ്ങളുടെ ഖൽബിലുള്ള ആശയമൊന്ന് മാറ്റിവെക്കണം. ശരിയായ ആശയം ലാ ഇലാഹ ഇല്ലല്ലാഹ്. ശരിയായ ആശയം ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്. അല്ലാഹുവിന്റെ പ്രവാചകന്മാരിൽ അവസാനത്തെ ആൾ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹിയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ പക്ഷേ ജനങ്ങളോട് പറയുന്നതോ നിങ്ങൾ പ്രവാചകനാണെന്നല്ലയോ? ആ പ്രവാചകത്വത്തിന്റെ വർത്തമാനമൊന്ന് അവസാനിപ്പിക്കും മുസൈലിമ ചോദിച്ചു, ഇതാണോ നിങ്ങൾ എന്നോട് പറയാൻ വന്നത്? എന്നാൽ നിങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് എനിക്കറിയാം. ഇയാളെ പിടിച്ചു ബന്ധസ്ഥനാക്കൂ. കൊട്ടാരത്തിന്റെ മുറ്റത്തുള്ള തൂണിലേക്ക് ബഹുമാനപ്പെട്ടവരെ ബന്ധിക്കുകയാണ്. 4 ഭാഗത്തു നിന്നും എല്ലാ തരത്തിലുമുള്ള സൈന്യങ്ങളും അക്രമങ്ങളും സന്നിഹിതരാകുന്ന നേരം മുസൈലിമത്തുൽ കദ്ദാബിന്റെ ചോദ്യം വരികയാണ്, ഹബീബ്, ഓ ഹബീബ് ഇബ്നു സയ്യിദ്, നിങ്ങൾ ഇസ്ലാമിൽ നിന്ന് പിന്മാറുമോ? ഞാൻ അല്ലാഹുവിന്റെ പ്രവാചകനാണെന്ന് പറയുമോ? അല്ലാഹുവിന്റെ റസൂലിനെ നിഷേധിച്ചു കളയുമോ? അത്തശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. എന്റെ ഈ കാണുന്ന അധികാരങ്ങളും ആയുധങ്ങളും ആൾബലങ്ങളും അക്രമങ്ങളും എല്ലാം കാണുന്ന നേരത്തും നിനക്ക് ഉറക്കെ പറയാൻ കഴിയുന്നുണ്ടോ ഹബീബ്, അല്ലാഹുവിന്റെ റസൂല് മുഹമ്മദ് നബിയാണെന്ന്? എന്റെ എല്ലാ തരത്തിലുമുള്ള അക്രമങ്ങളും നിന്റെ നേരെ ഞാൻ അഴിച്ചുവിടുകയാണ്. ക്രൂരമായി നിന്നെ കൊലപ്പെടുത്താൻ പോവുകയാണ്. നിന്നെ ഇല്ലായ്മ ചെയ്യാൻ പോവുകയാണ്. നിനക്ക് രക്ഷപ്പെടാനുള്ളൊരു വഴിയും ഇവിടെ തുറന്നു കിടപ്പില്ലെന്നറിയാമല്ലോ. അത്തശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഇനിയും പറയുമോ ഹബീബ്, നിന്റെ പ്രവാചകനാകുന്ന മുഹമ്മദ് നബി അല്ലാഹുവിന്റെ റസൂലാണെന്ന്? ഉടനെ ഹബീബ് ഇബ്നു സയ്യിദ് തങ്ങളുടെ പ്രഖ്യാപനം വരികയാണ്. നിന്റെ ആക്രമങ്ങളും പടയാളികളും എല്ലാ തരത്തിലുള്ള ക്രൂരമായ മർദ്ദനങ്ങളും അഴിച്ചുവിട്ടാലും അതിന്റെ നടുത്തളത്തിൽ നിന്ന് എനിക്ക് പ്രഖ്യാപിക്കാൻ ഒരു പ്രഖ്യാപനമേയുള്ളൂ. അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ആ ആശയത്തിൽ നിന്ന് ഞാൻ പിന്നിലേക്ക് പോവുകയില്ല. ആ ആശയം വിട്ടിട്ടൊരു കളിയും എനിക്കില്ല. അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ബന്ധസ്ഥനായ നേരത്തും പറഞ്ഞു, ഇതാണ് എൻ്റെ ഈമാൻ, അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഈ ആശയം എൻ്റെ ഹൃദയമാണ്. ഈ ആശയം എൻ്റെ ഹൃദയമാണ്, എൻ്റെ ഈമാനാണ്. ആ ഈമാനിനെ ബലി കഴിക്കില്ല. നീ ഏതെല്ലാം നിലയിൽ എന്നെ ഇല്ലായ്മ ചെയ്യാൻ ഉദ്ദേശിച്ചെങ്കിലും മുസൈലിമ, നീ റസൂലാണെന്ന് ഞാൻ പറയില്ല. മഹാനായ ഹബീബ് ഇബ്നു സയ്യിദ് റളിയല്ലാഹു അൻഹുവിന്റെ ഈമാൻ, ഹുമുൽ ജിബാലു ബല കസ്ദഹരി ഫീ ഹിമ്മത്തിൻ ബൽ സാദത്തുൻ കുബ്റാ. മഹാന്മാരായ സ്വഹാബത്തിന്റെ ഈമാൻ, ഞാൻ ഇതിൽ നിന്ന് പിന്മാറുകയില്ല. എന്റെ വിശ്വാസം, എന്റെ ഐഡിയോളജി ഇതാണ്. ഇത് നമ്മുടെയൊക്കെ കൽബിലുണ്ടാകണം. എന്റെ റസൂൽ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. എന്റെ ദീൻ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ മതമാകുന്ന ഇസ്ലാം. എന്റെ റബ്ബ് അല്ലാഹു ആകുന്ന സൃഷ്ടാവ്. റളിതു ബില്ലാഹി റബ്ബാ വബിൽ ഇസ്ലാമി ദീനാ വബി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നബിയ്യൻ വറസൂലാ. നമ്മുടെ മുൻഗാമികളുടെ ഹൃദയങ്ങളിലുള്ള ഈമാൻ, എന്റെ റബ്ബ് അല്ലാഹു ആണെന്നും എന്റെ റസൂൽ മുഹമ്മദുർ റസൂലുള്ളാഹിയാണെന്നും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എന്റെ ദീൻ ഇസ്ലാമാണെന്നും തികഞ്ഞ വിശ്വാസം ഉണ്ടായാൽ നമ്മൾ ഈ ഹറാമുകളുടെ, അല്ലാഹുവിന്റെ ദീൻ വിരോധിച്ച സംഗതികളുടെ പിറകിൽ പോവുകയില്ല.
അള്ളാഹുവിന്റെ ദീൻ വിരോധിച്ച സംഗതികളുടെ പിറകിൽ മുഴുവൻ ഓടില്ല. എനിക്ക് ജീവിക്കാൻ ഒരു ആശയുണ്ട്, എനിക്ക് ജീവിക്കാൻ ഒരു ഐഡിയോളജി ഉണ്ട്, എനിക്ക് ജീവിക്കാൻ ഒരു മതം അള്ളാഹു എനിക്ക് തന്ന പരിശുദ്ധമായ ദീനുണ്ട്. കുറച്ച് സമയം മുസ്ലിം, കുറച്ച് സമയം മറ്റേതെങ്കിലും ആശയം, അങ്ങനെ ഒരു ശൈലിയില്ല. എപ്പോഴും അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്. അപ്പോഴാണ് ഏതോ സിനിമാ പാട്ടുകാരന്റെ ഗാനമേളയുണ്ട്, എന്റെ കൽബിൽ വരേണ്ട ചിന്ത അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്. എന്റെ പ്രവാചകർ സയ്യിദുനാ റസൂലുള്ളാഹിയാണ്, അവിടുത്തേക്ക് ഇഷ്ടപ്പെട്ട പണിയാണ് ഞാൻ ചെയ്യേണ്ടത്, അവിടുന്ന് കാണിച്ചു തന്ന വഴിയാണ് ഞാൻ സ്വീകരിക്കേണ്ടത്. ഞാനൊരു മുസ്ലിമാണ്. കണ്ട എല്ലാവരുടെയും ഗാനമേളകൾ കൊപ്പിച്ചു തുള്ളുക എന്നുള്ളത് എന്റെ ജീവിതത്തിന്റെ ശൈലിയല്ല. ഞാൻ തിരിച്ചു പോകാനുള്ള മുസ്ലിമാണ്. എന്റെ തറവാട് എന്നെ കാത്തിരിക്കുന്നുണ്ട്, അരുവികൾ ഒഴുകുന്ന സ്വർഗം എന്നെയും കാത്തിരിക്കുന്നുണ്ട്. ജന്നാത്ത് തജ്രീ മിൻ തഹ്തിഹൽ അൻഹാർ, അതിലുണ്ട് മുന്തിരി തോട്ടവും റുമ്മാനും, രസമുള്ളതാ കദളിപ്പഴം തിന്നാനും. യാ റബ്ബി സ്വല്ലി അലൻ നബി മുഹമ്മദി മുൻജിൽ ഖലായിഖി മിൻ ജഹന്നമ ഫീ ഗദി. അല്ലാഹു ആ സ്വർഗത്തിലെത്താൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഞാനൊരു ലക്ഷ്യത്തോടു കൂടി ജീവിക്കുന്നയാളാണ്. എൻ്റെ ലക്ഷ്യം നാളെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സ്വർഗമാണ്. അവിടേക്ക് എന്നെ കൈപിടിക്കാനുള്ള നേതാവ് എൻ്റെ ഹബീബായ നബിതങ്ങളാണ്. അതിനുള്ള വഴി പരിശുദ്ധമായ ദീനാണ്. അത് ബലി കഴിക്കുന്ന ഒന്നും എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. ദുനിയാവി ഓടുന്നതിനനുസരിച്ച് ഓടാനുള്ളതല്ല, അതിൻ്റെ പിന്നാലെ പായാനുള്ളതല്ല. ഞാനൊരു ശരിയായ മുസ്ലിമായിരിക്കണം എല്ലാ അർത്ഥത്തിലും. ഓ മുസൈലിമാ, എന്നെ കൊല്ലാനാണോ നിന്റെ തീരുമാനം? എനിക്ക് മരണത്തെ പേടിയില്ല, എനിക്ക് മരണത്തെ പേടിയില്ല. ജീവിതത്തോട് കൊതിയും തോന്നിയിട്ടില്ല. നീ പറയുന്നത് നിന്റെ ആശയം സ്വീകരിക്കാനാണോ? ഹബീബ് ബിൻ സൈദിന് അതിന് സാധ്യമല്ല. എന്റെ ആശയമിതാ, അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ബഹുമാനപ്പെട്ട ഹബീബ് ബിൻ സയ്യിദ് തങ്ങളുടെ അചഞ്ചലമായ ഈമാൻ അവിടുന്ന് അറിയാം. ഞാനിനി എൻ്റെ നാട്ടിലേക്ക് മടങ്ങിപ്പോവുകയില്ല, ഞാൻ എൻ്റെ കുടുംബത്തിലേക്ക് തിരിച്ചു ചെല്ലുകയില്ല, ഞാൻ എൻ്റെ വീട്ടിലേക്ക് എത്തിച്ചേരുകയില്ല. എന്നെ കൊന്നുകളയുമെന്നറിയാം, ക്രൂരമായി ഇല്ലായ്മ ചെയ്യുമെന്നറിയാം. ഹബീബ് ബിൻ സയ്യിദ് തങ്ങളുടെ പ്രഖ്യാപനത്തിൽ ഒരു മാറ്റവും ഇല്ല. അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ആ പ്രഖ്യാപനത്തിന്റെ ഇടയിൽ ബഹുമാനപ്പെട്ട ഹബീബ് ബിൻ സയ്യിദ് തങ്ങളുടെ കൈ, മഹാനായ ഹബീബ് ബിൻ സയ്യിദ് തങ്ങളുടെ കൈ മുസൈലിമ ഛേദിച്ചു കളഞ്ഞു, കൈ വെട്ടിക്കളഞ്ഞു. തന്റെ വലതു കൈ വീണുപോയി. അതിന്റെ നീറ്റലിൽ നൊമ്പരത്തിൽ നിൽക്കുമ്പോഴാണ് അടുത്ത ചോദ്യം വരുന്നത്. അത്അശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്. വലത് കൈ താഴെ വീണുപോയി. ചോരയിട്ടുന്ന നൊമ്പരങ്ങളുടെ ഇടയില്, പ്രയാസങ്ങളുടെ ഇടയില്, വേദനകളുടെ ഇടയില് ഹബീബ് ബിൻ സയ്യിദ് തങ്ങൾ എന്ന സ്വഹാബിയുടെ പ്രഖ്യാപനം വരുന്നു. അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. മുസൈലിമാ, എന്റെ കൈ ഛേദിച്ചു കളഞ്ഞാൽ ഞാൻ ഈ ദീനിൽ നിന്ന് പിന്മാറുമെന്ന് കരുതുന്നു. എന്നാൽ നിനക്ക് തെറ്റിപ്പോയി. നീ നിന്റെ വിചാരം മാറ്റിവെച്ചോ. എന്റെ കൽബിനൊരു കുലുക്കവും ഇല്ല. എന്റെ ഹൃദയം വീണ്ടും പറയുന്നു, എന്റെ നാവുകൾ അത് ആവർത്തിക്കുന്നു, അല്ലാഹുവിന്റെ റസൂലാണ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ്. നീയോ കാപട്യക്കാരനാണ്. എന്റെ ഈമാനിനൊരു കുറവും ഇല്ല.
മുസൈലിമ കരുതിയത് ഹബീബ് ഇബ്നു സയ്യിദിന്റെ വലങ്കൈ താഴെ വീഴുമ്പോൾ ഹബീബ് ഇബ്നു സയ്യിദ് പേടിച്ചു പോകുമെന്നാണ്, ആ വേദനയിൽ നൊമ്പരപ്പെടുമെന്നാണ്, ആ പ്രയാസത്തിൽ മതം വിട്ടുപോകുമെന്നാണ്, ആ പ്രയാസത്തിൽ ദീന് വലിച്ചെറിയുമെന്നാണ്. അത് ചരിത്രത്തിലെ മൂഢന്മാർക്കുള്ള മുന്നറിയിപ്പാണ്. തന്റെ കൈകാലുകളും തന്റെ ശരീരത്തിന്റെ അവയവങ്ങളും ഛേദിക്കപ്പെടുമെന്നറിയുന്ന നേരത്തും കുലുങ്ങാതെ പതറാതെ പറയുകയാണ് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. നമ്മുടെ മുൻഗാമികളുടെ ചരിത്രമൊക്കെയും അങ്ങനെ തന്നെയല്ലയോ? അതാ അഗ്നിനാളങ്ങളുടെ നടുത്തളത്തിൽ നിർത്തിയിട്ട് നീ മതത്തിൽ നിന്ന് പിന്മാറി ഞാൻ നിന്റെ പടച്ചവനാണെന്ന് പറയൂ എന്ന് പറയുമ്പോഴല്ലേ നിന്റെ അഗ്നിനാളങ്ങളെ എനിക്ക് പേടിയില്ല. ആകാശം മുട്ട ഉയരുന്ന ഈ തീനാളങ്ങൾ പോലും എന്റെ റബ്ബിന്റെ സൃഷ്ടിപ്പാണെന്ന് സയ്യിദുനാ ഖലീലുല്ലാഹ് ഇബ്രാഹിം അലൈഹിസ്സലാം നിന്റെ പ്രബോധനത്തിൽ നിന്ന് പിന്മാറിയില്ലെങ്കിൽ നിന്നെ ഞങ്ങൾ കല്ലെറിഞ്ഞു കൊല്ലുമെന്ന് പറയുന്ന നേരത്ത് എനിക്കതിൽ പേടിയില്ല. എന്റെ ആശയം ലാ ഇലാഹ ഇല്ലല്ലാഹ് സയ്യിദുനാ ഹബീബുൻ നജ്ജാർ. നീ തിരിച്ചു വന്നില്ലെങ്കിൽ ഞാൻ പടച്ചവനല്ലെന്ന് പറയൂ, ഞാൻ പടച്ചവനാണെന്ന് പറഞ്ഞാൽ നിന്നെ വെറുതെ വിടാം. പറയാൻ എനിക്ക് മനസ്സില്ല. സയ്യിദുനാ മൂസ നിന്നെയും നിന്റെ മക്കളെയും ഈ തിളച്ചുമറിയുന്ന എണ്ണയിൽ മുക്കി ഞാൻ കൊന്നുകളയുമെന്ന് പറഞ്ഞപ്പോ നീ ആരോ ആയിക്കോ, അല്ലാഹു റബ്ബി ഫറോവയുടെ കൊട്ടാരത്തിലെ തോഴിയായിരുന്ന മാഷിത നിന്നെ ഞങ്ങൾ ഇല്ലായ്മ ചെയ്യുമെന്ന് പറയുന്ന നേരത്ത് നിങ്ങൾ എന്നെ ഇല്ലായ്മ ചെയ്താലും എനിക്ക് പറയാനുള്ളത് പറയുമെന്ന് സയ്യിദുനാ നബിയുല്ലാഹി സക്കരിയ അലൈഹിസ്സലാം നിന്നെ ഞാൻ കൊന്നുകളയുമെന്ന് പറയുന്ന നേരത്ത് നിന്റെ കൊള്ളരുതായ്മകളോട് പ്രതികരിച്ചതിന് നീ എന്നെ കൊന്നുകളയുമെങ്കിൽ ഞാനത് സ്വീകരിക്കുമെന്ന് സയ്യിദുനാ നബിയുല്ലാഹി യഹ്യാ അലൈഹിസ്സലാം മരുമണലിൽ മലർത്തിക്കിടത്തിയിട്ട് എന്റെ ക്രൂരമായ അക്രമത്തിന് നീ വിധേയമാകും, നീ മതം വിട്ടു വരണമെന്ന് പറയുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുറക്കെ പ്രഖ്യാപിച്ച സയ്യിദത്തുനാ സുമയ്യ അമ്മാറിന്റെ യാസറിന്റെ ബിലാലിന്റെ ഇന്നലകളിൽ കഴിഞ്ഞുപോയ ഇതിഹാസം രചിച്ച മുൻഗാമികളുടെ ചരിത്രം ഒരാവർത്തി വായിച്ചു നോക്കൂ. ആടാതെ പതറാതെ ഉലയാതെ അചഞ്ചലമായ ഈമാനും കയ്യിൽ പിടിച്ച് തൗഹീദിന്റെ തിരുനാളം തെളിച്ചവർ ലോകത്തിന്റെ മുമ്പിൽ പ്രതിബന്ധങ്ങളോട് വിളിച്ചു പറഞ്ഞു ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഏതൊക്കെയോ ചപ്പുചവർ ചണ്ടികൾ ഒലിച്ചു പോകുന്നത് പോലെ ഒലിച്ചു തീരുന്ന ആശയമൊന്നുമല്ല ഇത്. ലോകത്തിന്നലെ കടന്നുപോയ പലരും ഊതിക്കെടുത്താൻ നോക്കിയിട്ട് പറ്റാത്തതാണ്. ഫറോവയ്ക്ക്, നമ്രൂദിന്, അബൂജഹലിന്, ഉത്ബത്തിന്, ശൈബത്തിന്, വലീദിന് ഇന്നലകളിൽ കഴിഞ്ഞുപോയ പലർക്കും ഇസ്ലാമിനെ ഇല്ലായ്മ ചെയ്യാൻ മോഹമുണ്ടായിരുന്നല്ലോ. അവർക്കെന്ത് സംഭവിച്ചു? ചരിത്രം അതിന് സാക്ഷിയാണ്. അവരുടെ നേരെ എഴുന്നേറ്റ് നിന്ന മുൻഗാമികളുടെ ചരിത്രം വായിക്കൂ. അവരാണ് നമ്മുടെ ഇന്ധനങ്ങൾ, അവരാണ് നമ്മുടെ പ്രചോദനങ്ങൾ, അവരാണ് നമ്മുടെ ഈമാനിന് ഉറപ്പ് നൽകുന്നവർ. ഓ മുഅ്മിനേ, ഈ ആശയം നമ്മുടെ മുൻഗാമികളുടേതാണ്. അവരുടെ ഈമാനിന്റെ നട്ടല്ലിന്റെ ബലത്തിലാണ് അതിവിടെ നിലനിന്നത്. അവരൊരു തീനാളത്തെയും അലറി വിളിക്കുന്ന കടലിനെയും പേടിച്ചിട്ടില്ല. ആർത്തലച്ചു വരുന്ന ശത്രു സൈന്യത്തിന്റെ മുമ്പിൽ പോലും അവരുടെ ആശയം അവർ വിളിച്ചു പറഞ്ഞിരുന്നു. അവസാനമായി പിടിച്ചു കെട്ടിയിട്ട് കൊന്നുകളയാൻ കൊണ്ടുവരുമ്പോഴും സുജൂദ് ചെയ്യാൻ അവരവസരം ചോദിച്ചിരുന്നു. അവരുടെ ഇടനെഞ്ചിലേക്ക് വെടിവെക്കാൻ ഒരുങ്ങുന്ന നേരത്തും അവർ ഈമാനിന്റെ പക്ഷത്തുറച്ചു നിന്നിരുന്നു. അങ്ങനെയുള്ള എത്ര ആളുകളുടെ ചരിത്രമാണ് പറയാനുള്ളത്? എവിടെയാണ് നമ്രൂദ്? എവിടെയാണ് ഫറോവ? എവിടെയാണ് അബൂജഹല്? ചരിത്രത്തിന്റെ ഇന്നലകളിൽ ഈ മതത്തെ നിഷ്കാസനം ചെയ്യാൻ വന്നവനൊക്കെ ചരിത്രത്തിന്റെ ചുമരുകളിൽ ബാക്കിയാണെങ്കിൽ പള്ളിമിനാരങ്ങൾ ഹബീബ് ഇബ്നു സയ്യിദിന്റെ മുദ്രാവാക്യം വിളിച്ചു പറയുന്നില്ലയോ? അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ആ മുസൈലിമ ചരിത്രത്തിന്റെ ഭാഗമായി സയ്യിദുനാ ഹബീബ് ഇബ്നു സയ്യിദിന്റെ മന്ത്രം ഇന്നും ഈ പള്ളിമിനാരങ്ങൾ പറയുന്നില്ലയോ?